അപ്പോൾ ഹലോ ഗേയ്സ്, ഇന്ന് ഡേ 6 ആണ്. ആക്ച്വലി ഇന്ന് ഡേ 7 ആണ്. ഇന്നലത്തെ എൻ്റെ ദിവസം സ്കിപ്പായിപ്പോയി. അപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു POV ആണ്. ഈ ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഡേ 6 6 ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഐ നോ ഇറ്റ്സ് നോട്ട് കിടിലൻ കണ്ടൻ്റ് ഒന്നല്ല, പക്ഷേ എവറി ഡേ ഐ എം ഷോയിങ് അപ്പ്. പിന്നെ ഇങ്ങനെ ഒരു POV ലൈക്ക് വ്യൂ ആയി എൻ്റെ എന്തെങ്കിലും സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ കാണുന്നതാണ് എൻ്റെ വീട്. അപ്പം ഈ 6 ദിവസം പോസ്റ്റ് ചെയ്തിട്ട് 2 സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. ആൻഡ് കമൻ്റ് വരുന്നുണ്ട്, അതും നല്ല കാര്യം. കോൺഫിഡൻസും കൂടുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കോൺഫിഡൻസ് കൂടുന്നുണ്ട്. എങ്ങോട്ടാ പോണേന്ന് വെച്ചാൽ അങ്ങനെ ഇന്ന സ്ഥലം ഒന്നൊന്നുമില്ല, ഒന്നിലേക്ക് ഇറങ്ങി എൻ്റെ നാട്ടിലേക്ക് ഇറങ്ങി അപ്പുറത്തേ വരാന്നുള്ള രീതിയിൽ പോന്നിയാണ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു മോട്ടോ വ്ളോഗ് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ മെയിൻ സാധനങ്ങൾ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പറയുന്നത് സിനിമ കാണാൻ, ഇങ്ങനെ യാത്രകൾ പോകാൻ, ഇപ്പം ട്രാവൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വാങ്ങിയൊരു സെറ്റപ്പാണിത്. ഈ ഒരു മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ആർക്കെങ്കിലും എന്താണ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് സംഭവം. ഇപ്പോൾ പോകുന്നതെല്ലാം എൻ്റെ നാടെൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഒരു സ്ഥലമെല്ലാം ചെറിയൊരു ടൗൺ ഏരിയ ഒന്നല്ല, ആ ടൗണിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ അപ്പോ എന്താ പറഞ്ഞോണ്ടായ 365 ഡേയ്സ് വ്ളോഗ് ചലഞ്ച് ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. എന്തെങ്കിലും ഒന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും ഡെയിലി. അപ്പം ഇന്നലെ എനിക്ക് പറ്റിയിട്ടാ, അത് പറ്റാത്തതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായി. ടെൻഷനല്ല, കൺസിസ്റ്റൻസി പോയല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ടായി. അപ്പം ഇന്ന് ഡേ 7ഉം ഡേ 6ഉം ഇന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് മോട്ടോ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും കാര്യങ്ങളെല്ലാം ഉണ്ട്, മൈക്കുണ്ട്, ക്യാമറയുണ്ട്, എല്ലാ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ആ ഒരു എക്സ്പെരിമെൻ്റാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഒരു കൺസിസ്റ്റൻസിയും വേണം, ക്വാളിറ്റിയും വേണം. ഇപ്പോൾ ഞാൻ ക്വാളിറ്റിയിൽ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ വേണ്ടത് വെച്ചാൽ കൺസിസ്റ്റൻറ്റ് ആണ്. ഒന്ന് ക്യാമറ ഷൈനസും ക്യാമറ ഫിയറെല്ലാം മാറ്റി എല്ലാ ദിവസവും പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നാൽ ക്യാമറ നോക്കി സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് എത്തണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്തായാലും ഇമ്പ്രൂവ് ആവും, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ താല്പര്യമില്ലവർ തുടങ്ങി വെക്കുക. നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ആദ്യം ചെയ്തു നോക്കുക. ഫസ്റ്റ് എന്തായാലും ഞാൻ പറയുന്ന പോലെ ആദ്യം ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല, പിന്നെ അത് സെറ്റായിക്കോളൂ, പിന്നെ അത് ഇമ്പ്രൂവ് ആയിക്കോളൂ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങളെ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ ഇമ്പ്രൂവ് ആവുന്നത്. അപ്പോൾ ചെയ്യണം എന്നൊരു തീരുമാനം എടുത്താൽ നമ്മൾ ഡെയിലി ഓരോ സാധനങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും, ട്രൈ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു റിസൾട്ട് കിട്ടും. ഒന്നുമില്ല, ഞാൻ ഇറങ്ങിയത് എൻ്റെ വീട്
പോകുന്നത് എൻ്റെ അമ്മേൻ്റെ വീട്. വൈകുന്നേരം ഒരു ചെറിയൊരു സൺസെറ്റ് കാണാൻ പോകണമെന്നുണ്ട്. അപ്പോൾ അത് Day 7 ആയിട്ട് ആ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നു. അതും മിക്കവാറും മോട്ടോ വ്ളോഗും എല്ലാം കൂടി മിക്സായിട്ടുള്ളൊരു സാധനമായിരിക്കും. അങ്ങനെ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നടക്കുമായിരിക്കും, സമയം ഉണ്ടെങ്കിൽ പോവും. അത് ആ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഇത് ആരെങ്കിലും വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ്. ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ എനിക്കത് വളരെ ഉപകാരമായിരിക്കും. ഇല്ലേ പോയാൽ ഇപ്പോൾ റോഡുണ്ടാവാം. മുന്നേ നടന്നു പോകുന്ന വഴിയാണ്. തലയിൽ ഇവിടെ ആരുമില്ല. വെറുതെ ഒന്ന് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് വരാന്ന് വെച്ചിറങ്ങിയതാണ്. നേരെ വീട്ടു പിടിക്കാം. വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റിന് ക്യാമറ ഇട്ടിട്ട് നാട്ടിലെ പോകുമ്പോൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ഇത് കണ്ടാൽ ഒരുമാതിരി ഇവൻ എന്താന്നുള്ളൊരു നോട്ടാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സാധനം നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അവര് നോക്കിയിട്ട് അവര് പോവും, അവരവരുടെ കാര്യങ്ങളിൽ തിരക്കില് അവരങ്ങ് പോവും. നമ്മളിത് വിചാരിച്ചുകൊണ്ടെന്നാൽ നമ്മളെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യില്ല. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ്. ഏകദേശം 3 കൊല്ലമായി ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു വണ്ടിയും എടുത്തിട്ടാണ് പോയത്. ഞാൻ മാക്സിമം ട്രാവൽ ചെയ്യുന്നതെല്ലാം ബൈക്കിലാണ്. മൂന്നാർ പോയി, വയനാട് പോയി, ഊട്ടി പോയി, കൊടൈക്കനാൽ പോയി, ധനുഷ്കോടി പോയി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ടാണ് പോയത്. സോളോ അല്ലാണെങ്കിൽ ബെസ്റ്റാണ് ഈ ഒരു വണ്ടി. എനിക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റോഡേ കുണ്ടും കുഴിയെല്ലാം വന്നാൽ പെടും എന്നല്ല, ബുദ്ധിമുട്ടാവും. പിന്നെ ആ പില്ലണും കൊണ്ട് ഈ ഒരു വണ്ടി നടക്കില്ല. ഇതിൽ വണ്ടി റിവ്യൂ ആവുന്നുണ്ട്. അതെല്ലാം ചെയ്യൂടെ ഞാൻ. അങ്ങനൊന്നുമില്ല, എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്യും. ഇഷ്ടപ്പെട്ടത് ബൈക്സ് ഇഷ്ടമാണ്, ട്രാവലിംഗ് ഇഷ്ടമാണ്, സിനിമകൾ ഇഷ്ടമാണ്. ഏകദേശം തിരിച്ച് വീടെത്താനായി. പക്ഷെ ഇന്ന് ബോറടിച്ച് പണ്ടരടങ്ങാൻ തോന്നിയതാണ്. ഞാൻ മോട്ടോ വ്ളോഗ് ഇതിൽ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നുമില്ലല്ലോ ചെയ്യാൻ. പക്ഷെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, ഒരു പ്രാക്ടീസ് പോലെ ചെയ്യണം. വെറുതെ ഇറക്കി. ഇന്നലെ നീ വിളിച്ചിനി മാട്ടൂല് ഞാൻ പോയിട്ടാ അപ്പോനാ. ഇത് എടുത്തേക്കാ. നൻപൻ തിരിച്ച് വീടെത്താൻ പോകുന്നു.
പോയിട്ട് ഈ സാധനം എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. പിന്നെ ഇന്നൊരു ഞായറാഴ്ചയാണ്, ഡേ 7 ഇന്ന്. ഐ മീൻ ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ ഡേ 6. ഇന്നല്ല ശനിയാഴ്ച വീഡിയോ ചെയ്യാൻ പറ്റിയിട്ട, ഒന്നും ചെയ്യാൻ പറ്റിയിട്ട. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ഡേ 6 ഓഫ് 365 ഡേയ്സ് ചലഞ്ച്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരേക്കും വീണ്ടും സന്ധിക്കും വരെ വണക്കം. വീണ്ടും എൻ്റെ വീട്. ശരി, ബൈ.